മുറപ്പെണ്ണ്. തലമുടി മുഴുവനും ചുറ്റിക്കെട്ടി വെച്ച് വേഗത്തിൽ നടന്നു പോകുകയാണവൾ. പണ്ട് മുതൽക്കേ അവളുടെ ശീലങ്ങളാണ് ഈ കുളിയും തേവാരവും ഒക്കെയെന്ന് സേതു ഓർത്തു. ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ നമുക്ക് ഈ കുട്ടിയോട് വേളി നടത്താം. ബുധനാഴ്ച അമ്മാവൻ വിളിച്ചു പറഞ്ഞതും അമ്മയ്ക്ക് ഒരേ നിർബന്ധം, ഇപ്പോൾ തന്നെ പുറപ്പെടണമെന്ന്. തനിക്കിപ്പോഴും കൺഫ്യൂഷനാണ്, പത്മയ്ക്ക് ഈ വേളി സമ്മതമാണോന്ന്. പത്മയുടെ മുഖത്ത് ഒരു സങ്കടമാണ് അവന് തോന്നിയത്. കുളപ്പടവിലേക്ക് പത്മ ഇറങ്ങി. അവൻ കട്ടിലിൽ വന്നിരുന്നു. എന്തൊക്കെയോ ചിന്തകൾ അവൻ്റെ മനസ്സിൽ കൂടി കടന്നുപോയി. അരുതാത്തത് എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്ന ഒരു പ്രതീതി. പത്മയുടെ മനസ്സറിയാൻ അവൻ ഒടുവിൽ തീരുമാനിച്ചു. കാവിലാണെങ്കിൽ ഉത്സവത്തിൻ്റെ ബഹളമാണ്. അതുകൊണ്ടൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് തീരുമാനിക്കാമെന്ന് അവൻ ഓർത്തു. കുറച്ച് കഴിഞ്ഞതും സേതുവും കുളത്തിപ്പോയി ഒന്നും മുങ്ങി നിവർന്നു. അവനാകെ ഉഷാറായി. മുറ്റത്തെത്തിയപ്പോൾ പത്മ കാവിലേക്ക് പുറപ്പെടുകയാണ്. നീ നിൽക്കുമോളെ, സേതുവിൻ്റെ ഒപ്പം പുറപ്പെടാം, അപ്പച്ചി പറഞ്ഞു. ഇല്ല, പത്മ പൊയ്ക്കോളൂ, ഇറങ്ങിയതല്ലേ. സേതു അവൾക്ക് അനുവാദം കൊടുത്തു. ഇതാണിപ്പം നന്നായി, ഇനി രണ്ടാളും ഒരുമിച്ച് പുറപ്പെട്ടാൽ മതി. സേതു, ഇവൾ നിന്റെ വേളിയാകാൻ പോണ കുട്ടിയാണേ. അപ്പച്ചിയുടെ നിർദ്ദേശപ്രകാരം സേതു പത്മയോടൊപ്പം നടന്നു. പത്മ. കുറച്ച് നിമിഷത്തെ മൗനത്തിന് ശേഷം അവൻ വിളിച്ചു. എന്തോ? നിന്റെ മുഖം എന്താണ് കുട്ടി വല്ലാണ്ടിരിക്കുന്നേ? നിനക്ക് നല്ല സുഖമില്ലേ? ഏയ്, അങ്ങനൊന്നും ഇല്ല ഏട്ടാ. ഏട്ടന് വെറുതെ തോന്നുന്നതാണ്. പെട്ടെന്നവൻ അല്പം സ്വാതന്ത്ര്യത്തോടെ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. ഞാൻ അറിയുന്ന പത്മ ഇങ്ങനല്ലായിരുന്നു. എൻ്റെ വരവും കാത്ത് ഞാൻ കൊണ്ടുവരുന്ന കുപ്പിവളകളും മുത്തുമാലയും ഒക്കെ കാത്തിരിക്കുന്ന ഒരു പത്മയുണ്ടായിരുന്നു. ആ പത്മയാണ് എനിക്കിഷ്ടം. അവൾ അവൻ്റെ കണ്ണുകളിൽ നോക്കി. നമ്മുടെ രണ്ടാളുടെയും വിവാഹം വീട്ടുകാരെല്ലാവരും ഉറപ്പിച്ചിരിക്കുവാണെന്ന് നിനക്കറിയാലോ അല്ലേ? ഇല്ല, ഞാൻ അറിഞ്ഞില്ല. പെട്ടെന്നവൾ അങ്ങനെയാണ് പറഞ്ഞത്. അതെ, ഞാനൊന്നും അറിഞ്ഞില്ല. എന്താ നീ പറയണേ? അതേ, സത്യം. എൻ്റെ അറിവോടെ അല്ല ഏട്ടാ. അവൾക്ക് വാക്കുകൾ മുറിഞ്ഞു. കുട്ടിക്ക് അപ്പോൾ ഈ വിവാഹത്തിന് സമ്മതമല്ലേ? അത് പിന്നെ എനിക്ക് എന്താണെങ്കിലും പറഞ്ഞോളൂ. അത് ഏട്ടാ, എന്നെ ഇഷ്ടമല്ലേ പത്മയ്ക്ക്? അയ്യോ, ഒരിക്കലും അങ്ങനെ പറയരുത്. ഏട്ടനെ എനിക്കിഷ്ടമാണ്. പക്ഷേ അത് മാത്രം കേട്ടാൽ മതി. ഇനി ഒരു പക്ഷിയുമില്ല. അവൻ അവളുമായി കാവിലേക്ക് നടന്നു. പത്മയ്ക്ക് സങ്കടം വന്നിട്ട് വേണ്ട. കുറേ സമയമായി സിദ്ധുവിൻ്റെ ഫോൺ നിർത്താതെ ഇരുപ്പുന്നു. അവൻ നോക്കിയപ്പോൾ പൂജയാണ്. ഹലോ, എവിടെ കുരങ്ങ, നീ ഇതെവിടെ പോയി? എത്ര നേരമായി ഞാൻ വിളിക്കുന്നു. അവളുടെ കിളിക്കൊഞ്ചിൽ അവൻ്റെ കാതിൽ അലയടിച്ചു. കുറച്ച് ബുക്സ് റെഫർ ചെയ്യാനുണ്ടായിരുന്നു. ഫോൺ സൈലൻ്റ് ആയിപ്പോയി. ഓക്കെ ഓക്കെ, ഇനി ഈ പൂജ ഇടയ്ക്കൊക്കെ വിളിക്കൂ കേട്ടോ. സോ ഇങ്ങനെ സൈലൻറ്റ് മോഡിൽ ഫോൺ ഇടരുത്. സിദ്ധു ഏട്ടാ, പറയടി. ഏട്ടനറിഞ്ഞോ അമ്മയ്ക്ക് നമ്മുടെ വിവാഹത്തിന് സമ്മതായത് എങ്ങനെയാണെന്ന്? അമ്മായി വിളിച്ചു, പക്ഷെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ. ഓ, എന്നിട്ട് എന്തേ എന്നോട് ചോദിക്കാത്തേ? അതൊക്കെ പിന്നീട് നീ പറഞ്ഞാൽ മതി. ഓക്കെ. സിദ്ധുവേട്ടാ, ഞാനിപ്പോൾ എന്തൊരു ഹാപ്പിയാണെന്നോ. ഇപ്പം തന്നെ ഓടി വന്ന് നിന്നെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ തരാനുള്ള മനസ്സുണ്ട് എനിക്ക്. ഇതെന്താ ഇങ്ങനെ വയ്ക്കുന്നേ? ഏട്ടനെന്താ ഒരു സന്തോഷമില്ലാത്ത പോലെ? ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം, ഇപ്പം ഇത്തിരി ബിസിയാണ്. ഓക്കെ ഓക്കെ, ഞാൻ വയ്ക്കാം. പക്ഷേ ഇത്തിരി കഴിഞ്ഞ് വിളിക്കുമ്പോൾ ഇങ്ങനെ ആകരുത് കേട്ടോ. അവൾ ഫോൺ കട്ട് ചെയ്തു. ഇത്രയും ഹാപ്പിയായിട്ട് നിൽക്കുന്ന പൂജയോട് എങ്ങനെ? എന്നാലും അമ്മയോടുടൻ തന്നെ കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ അവൻ തീരുമാനിച്ചു. ചായ കുടിക്കാൻ ഇറങ്ങിച്ചെന്നപ്പോൾ അമ്മയും മുത്തശ്ശിയും എന്തൊക്കെയോ ചർച്ചയാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആ മോനെ, ഈ മീനത്തി നമുക്ക് കല്യാണം നടത്താം. അതാണ് സുമിത്ര ഇപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞത്. സമയമുണ്ടല്ലോ അമ്മേ. അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? ഇനി 2 മാസം കൂടിയല്ലേ ഉള്ളൂ. അതിനു മുൻപ് നിശ്ചയമൊക്കെ നടത്തണ്ടേ? അച്ഛൻ്റെ കുടുംബത്തിൽ ക്ഷണിക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ അവരും പരിഭവം പറയും മോനെ. അമ്മേ, എന്താ മോനെ, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയല്ലേ?
ഓ, അടുത്തയാഴ്ച അമ്മാവനും അമ്മായി ഇങ്ങോട്ട് വരും. അതിനു മുമ്പ് വെളിച്ചന്മാരോടൊക്കെ പറയണം. നിനക്കെന്തേ കുട്ടി ആകെ ഒരു വിഷമം പോലെ? ഒരു ഉത്സാഹം ഇല്ലല്ലോ. മുത്തശ്ശി അവനോട് പറഞ്ഞു. ഏയ്, അങ്ങനൊന്നും ഇല്ല മുത്തശ്ശി. നിനക്കങ്ങനെ തോന്നിയോ? മുത്തശ്ശി അമ്മയെ നോക്കി. അമ്മയ്ക്ക് വെറുതെ ഓരോ തോന്നലുകൾ, ആവശ്യമില്ലാത്ത വിചാരമാണ്. മുത്തശ്ശിയാണ് അമ്മയേക്കാൾ തന്നെ മനസ്സിലാക്കിയതെന്ന് അവൻ ഓർത്തു. കിടക്കാൻ നേരം വീണ്ടും അവനെ പൂജ വിളിച്ചു. അവൾക്കാണെങ്കിൽ സംസാരിച്ചിട്ടൊന്നും മതിയാകുന്നില്ല. അവന് താല്പര്യമില്ലെന്നൊന്നും അവൾക്കറിയില്ല. ഒടുവിൽ തലവേദന എന്ന കാരണം പറഞ്ഞ് അവൻ കട്ട് ചെയ്തു. പാവം പത്മ, അവൻ ഓർത്തു. അവളും അവളുടെ മുറിച്ചെറുക്കിനെ ആയിരിക്കും വേളി കഴിക്കുന്നത്. കുറച്ചുകൂടി മുന്നേ അമ്മയോട് പറഞ്ഞെങ്കിൽ ഒരുപക്ഷെ അവൾ തൻ്റേതാകുമായിരുന്നുവെന്ന് അവൻ ചിന്തിച്ചു. ഒരു മാത്രം മുൻപേ അറിയിക്കുകയായിരുന്നെങ്കിൽ. ആ, ഇനി അതൊക്കെ ഓർത്തിട്ട് എന്താ കാര്യം? എന്തൊക്കെ ചിന്തിച്ചാലും പറഞ്ഞാലും തനിക്ക് ഈശ്വരൻ വിധിച്ചത് പൂജയായിരിക്കും. പെട്ടെന്നാണ് അമ്മയുടെ കരച്ചിൽ കേട്ടത്. സിത്തു ഓടി. അമ്മയുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ടുകൊണ്ട് അവൻ ഓടിച്ചെന്നു. കരഞ്ഞു തളർന്ന് സെറ്റിയിലിരിക്കുകയാണമ്മ. മുത്തശ്ശി ചോദിച്ചിട്ടൊന്നും കാര്യം പറഞ്ഞില്ല. ഏറെ സമയമെടുത്തു അമ്മയെ സാധാരണഗതിയിലേക്ക് കൊണ്ടുവരാൻ. എന്താമ്മേ, ഒന്ന് കാര്യം പറയാം. അത് പിന്നെ മോനെ, സുമിത്ര മരിച്ചു. കാർഡിയാക് അറസ്റ്റ് ആയിരുന്നു. അമ്മ വിങ്ങിപ്പൊട്ടി. കേട്ടത് വിശ്വസിക്കാനാവാതെ തളർന്നിരുന്നു പോയി സിത്തു. ഈശ്വര, എന്തൊരു പരീക്ഷണമായിരുന്നു! എൻ്റെ കുട്ടിക്ക് മകളുടെ കല്യാണം കൂടാൻ പോലും കാത്തു നിൽക്കാതെ അവൾ പോയല്ലോ. വീണ്ടും വീണ്ടും മുത്തശ്ശി അത് പറഞ്ഞു. എല്ലാവരും കൂടി അവിടുന്ന് അപ്പോൾ തന്നെ പുറപ്പെട്ടു. അവൻ്റെ മനസ്സിൽ അറിയാതെ ആണെങ്കിൽ പോലും പൂജയുടെ മുഖമായിരുന്നു. അവിടെ എത്തിച്ചേർന്നപ്പോൾ ഏറെ വൈകി. അമ്മയുടെ വെള്ള പുതപ്പിച്ച ദേഹത്തിനരികിൽ നിർനിമേഷനായി ഇരിക്കുന്ന പൂജയെ അവൻ കണ്ടു. അമ്മയെ കണ്ടതും പൂജ വാവിട്ട് കരഞ്ഞു. എല്ലാവരുടെയും ആശ്വാസവാക്കുകൾക്ക് അവൾക്ക് മുമ്പിൽ വിഫലമായി. സിത്തു ചെന്നവളെ തോളിപ്പിടിച്ചു. അവളുടെ കണ്ണുനീർ അവൻ്റെ കൈകളിൽ അരിച്ചിറങ്ങി. അവൾ തിരിച്ച് അവൻ്റെ കൈകളിലും പിടിച്ചു. അവൻ്റെ മുഖത്തേക്ക് നോക്കി. തന്നെ ഉപേക്ഷിക്കരുതെന്ന് അവളുടെ കണ്ണുകൾ പറയും പോലെ അവന് തോന്നി. ആളുകളെല്ലാം അറിഞ്ഞു വരികയാണ്. ഓടി നടന്നിരുന്ന സുമിത്ര ഇങ്ങനൊക്കെ എങ്ങനെ സംഭവിച്ചു? എന്തോ മുജ്ജന്മ ശാപം. ഓരോ ആളുകൾ അടക്കം പറയുകയാണ്. അമ്മാമ്മയും ആകെ തകർന്നിരിക്കുകയാണ്. എന്തൊരു പരീക്ഷണമാണ് മോനെ. അവസാന നിമിഷമാണെങ്കിൽ നിന്നെ വിളിച്ച് എല്ലാം സമ്മതിപ്പിച്ചു. ഒക്കെ ഒരു നിയോഗം, അയാൾ സിത്തുവിനോട് പറഞ്ഞു. സാരില്ല അമ്മമ്മേ, എല്ലാം സഹിക്കാനല്ലേ നമുക്ക് പറ്റൂ. അവൻ അയാളെ ഒരുപാട് ആശ്വസിപ്പിച്ചു. അമ്മയും മുത്തശ്ശിയും പൂജയുടെ അരികിൽ തന്നെയാണ്. സേതുവും പത്മയും കൂടി കാവിലേക്ക് പുറപ്പെട്ടു. ഹാവൂ, എന്തൊരഴകാണ് എൻ്റെ മക്കൾ രണ്ടാളും കൂടി ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ. മുത്തശ്ശി പറഞ്ഞു. എൻ്റെ മക്കളുടെ വേളി കണ്ടിട്ട് കണ്ണടച്ചാൽ മതി എനിക്ക്. മുത്തശ്ശി സേതുവേട്ടൻ്റെ കൈ പിടിച്ചു. അതൊക്കെ ഏറ്റവും മുത്തശ്ശി. അവൻ ഒരുപാട് സന്തോഷത്തിലാണെന്ന് പത്മയ്ക്ക് മനസ്സിലായി. അപ്പോഴേക്കും അമ്മയും അച്ഛനും അപ്പച്ചിയും ഒക്കെ എത്തിച്ചേർന്നു. എല്ലാവരും തൊഴുതിറങ്ങി ഇല്ലത്തെത്തിയപ്പോൾ 7 മണി കഴിഞ്ഞു. ഡൽഹിയിലെ വിശേഷമൊക്കെ പറഞ്ഞിരിക്കുവാണ് അപ്പച്ചിയും അമ്മയും. പത്മയെ കണ്ടതും അപ്പച്ചി അവളെ വിളിച്ചു. മോളെ, നീ ഇങ്ങോട്ട് വരിക. എന്താ അപ്പച്ചി? ദേവകി അവളുടെ അലമാരയുടെ ഡോർ തുറന്നു. എന്നിട്ട് അതിൽ നിന്നൊരു ബാഗ് എടുത്തു. അത് അവളുടെ കയ്യിൽ കൊടുത്തു. ഇതിലെന്താണ് അപ്പച്ചി? മോൾ ഇത് റൂമിൽ കൊണ്ടുപോയി വെക്ക്. ഇതിലുള്ളതെല്ലാം ഞാനും സേതുവും കൂടി മോൾക്ക് പോയി വാങ്ങിക്കൊണ്ട് വന്നതാ. അമ്മ ആശ്ചര്യപ്പെട്ട പോലെ നിൽക്കുന്നത് അവൾക്ക് തോന്നി. അവൾ അതുമായി മുറിവിട്ടിറങ്ങി. തൻ്റെ മുറിയിൽ കൊണ്ടുവന്ന് അവളത് വെച്ചു. എന്താണെന്ന് പോലും നോക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു അവൾ. വാതിൽ ആരോ മുട്ടി. നോക്കിയപ്പോൾ അച്ഛൻ. മോളെ. എന്താ അച്ഛാ? അത് പിന്നെ എനിക്ക് എൻ്റെ മോളോട് സംസാരിക്കാനായിരുന്നു. അയാൾ അകത്തേക്ക് കയറി. മകളുടെ ഇരു കൈകളിലും അയാൾ പിടിച്ചു. എൻ്റെ കുട്ടിയുടെ അനുവാദം കേൾക്കാതെ അച്ഛൻ അപ്പച്ചിയോട് വാക്ക് പറഞ്ഞു തോന്നുന്നുണ്ടോ? അയാൾ ചോദിച്ചെങ്കിലും അവൾ മറുപടി പറഞ്ഞില്ല. എൻ്റെ കുട്ടി അച്ഛൻ്റെ തീരുമാനത്തിന് വന്നിട്ടുണ്ട്. പിന്നെ മോളുടെ വേളയുടെ സമയം ഇപ്പോഴാണ്. അതങ്ങനെ നടക്കട്ടെ കുട്ടി. അവളുടെ മൂർത്താവിൽ നുറന്നിട്ട് അയാൾ മുറിവിട്ടിറങ്ങി. പത്മ മുറിയിൽ കിടന്ന ഒരു കസേരയിൽ പോയിരുന്നു.
താൻ സമ്മതിക്കാതിരുന്നാൽ അച്ഛനാകെ വിഷമമാകും. അതിനേക്കാൾ അഭിമാനക്ഷതം. പിന്നെ പിന്നെ തൻ്റെ മനസ്സിലൊരിഷ്ടം തോന്നിയത് അത് സിദ്ധു സാറിനോടായിരുന്നു. പക്ഷേ പക്ഷേ സാർ എന്ന് പറഞ്ഞത് ഇതുപോലെ തന്നെ സാറിൻ്റെ വിവാഹവും ഒരു മെറുപ്പെണ്ണുമായിട്ട് ഉറപ്പിച്ചുവെന്നാണ്. അപ്പോൾ പിന്നെ തൻ്റെ മനസ്സിലെ പ്രണയം നിരർത്ഥകമാണ്. എൻ്റെ നാഗത്താനെ, ഈ പാപിയെ നീ പരീക്ഷിക്കുകയാണോ? സേതുവേട്ടനെ എനിക്കെൻ്റെ പുരുഷനായി കാണാൻ. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മോളെ പത്മ, സേതുവേട്ടനെ അത്താഴം കഴിക്കാൻ വിളിക്ക്, മുത്തശ്ശി വിളിച്ചു പറഞ്ഞു. ഒരു യന്ത്രം കണക്കെ പത്മ മുകളിലേക്ക് ചലിച്ചു. സേതുവേട്ട, അവൾ അവൻ്റെ മുറിയിൽ നിന്ന് വിളിച്ചു. അവൻ കട്ടിലിൽ കിടക്കുകയായിരുന്നു. ഫുഡ് കഴിക്കാൻ വരിക. ഓക്കെ. അവൻ എഴുന്നേറ്റു. തുടരും.